ലത്തീൻ കത്തോലിക്ക സഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനായി കൊച്ചിയിലെത്തിയതായിരുന്നു ശെൽവരാജ്. 4 CPM MLA-മാർ UDF-ലേക്ക് വരാൻ തയ്യാറാണെന്ന് ശെൽവരാജ് പറഞ്ഞു. പാർട്ടി നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്ന യുവാക്കളും മുതിർന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. MLA-മാരുടെ വരവിന് താൻ എല്ലാ സഹായവും നൽകും. സമീപഭാവിയിൽ തന്നെ ഇത് ഉണ്ടാകുമെന്നും പാർട്ടിയിലെ ജീർണതയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാർട്ടിയുടെ ജീർണത അങ്ങേറ്റം വെറുക്കപ്പെടുന്നവരാണ്, അതിനെ ഇഷ്ടപ്പെടാത്തവരാണ്. അവർ ആ പാർട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരെ സ്വാഗതം ചെയ്ത് UDF-ന്റെ പ്രവർത്തകരായി മാറ്റുന്നതിന് എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ശെൽവരാജ് UDF-ലേക്ക് വരുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് താനാണെന്ന് ഇന്ത്യ വിഷന്റെ മുഖാമുഖം പരിപാടിയിൽ PC ജോർജ് വ്യക്തമാക്കിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഓരോരുത്തർക്കും ഓരോന്ന് അവകാശപ്പെടാം, കുഴപ്പമൊന്നുമില്ല. PC ജോർജ് ഞാൻ നേരത്തെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് PC ജോർജുമായിട്ട് അങ്ങനെ ഒരു സംഭാഷണം നടത്തിയിട്ടില്ല. ഞാനൊരു സംഭാഷണം എന്ന് പറഞ്ഞ് നടത്തിയത് മുഖ്യമന്ത്രിയായിട്ടാണ്. നെയ്യാറ്റിൻകരയിലെ തന്റെ വിജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ലത്തീൻ സമുദായമാണ്. NSS-ലെയും SNDP-യിലെയും ഒരു വിഭാഗത്തിന് മാത്രം സഹായമേ ഉണ്ടായുള്ളൂ എന്നും ശെൽവരാജ് പറഞ്ഞു. ഇന്ത്യ വിഷൻ, കൊച്ചി.